ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനദർശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗവിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തില് ഭഗവത്ഗീത ആണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദ്ധവർ ഭഗവാനോട് വീണ്ടും ചോദിച്ചു, ഭഗവാൻ, എപ്രകാരം ആണ് അങ്ങയെ ധ്യാനിക്കേണ്ടത്? ഏത് രീതിയിൽ, ഏത് രൂപത്തിൽ? ആ ധ്യാനക്രമം എനിക്ക് വ്യക്തമായി വെളിപ്പെടുത്തി തന്നാലും എന്ന് ഭഗവാനോട് ഉദ്ധവൻ ആവശ്യപ്പെട്ടു. ഭഗവാൻ പറഞ്ഞു, സ്ഥിരവും സമവുമായ ഒരിടപ്പത്തിൽ ഇരിപ്പുറപ്പിക്കണം. ദേഹത്തെ സുഖാവഹമായ രീതിയിൽ സമമായി നിർത്തണം. കൈകൾ മടിത്തട്ടിൽ അർപ്പിച്ച് നോട്ടം ചിതറിപ്പോകാതെ നാസാഗ്രത്തെ ലക്ഷ്യമാക്കി ഉറപ്പിക്കണം. പൂരക രേചക കുംഭങ്ങളിലൂടെ പ്രാണനെ ശോധന ചെയ്ത് ക്രമപ്പെടുത്തണം. ഇന്ദ്രിയങ്ങളെ പ്രത്യാഹരിച്ച് വശത്താക്കണം. സൂക്ഷ്മമായ പ്രാണതന്തുവിലൂടെ മണിനാഥത്തിന്റെ മുഴക്കത്തോടുകൂടി ഓങ്കാരം ഉച്ചരിക്കണം. പൂരകരേചക പ്രക്രിയകൾ ഈ പ്രണവോച്ചാരണത്തോടു കൂടി അഭ്യസിക്കണം. ഈ അഭ്യാസം ദിവസേന ഒരു നിയമമനുസരിച്ച് തുടരുമെങ്കിൽ 1 മാസത്തിനുള്ളിൽ പ്രാണൻ വശത്തായി വരും. അതോടെ ഹൃദയ പങ്കജത്തിൽ ധ്യാനം ഉറച്ചു കിട്ടും. മുകളിലോട്ടും തണ്ടും താഴോട്ട് മുഖവുമായി ഹൃദയ പങ്കജം 8 ദളങ്ങളോടുകൂടി കൂമ്പി നിൽക്കുന്നതായിട്ട് ധ്യാനിക്കുന്നതോടെ ക്രമേണ ദളങ്ങൾ വികസിച്ച മധ്യഭാഗത്ത് അല്ലിയോട് കൂടിയതായിട്ട് അനുഭവപ്പെടും. തുടർന്ന് ഹൃദയപങ്കജ മധ്യത്തിൽ ഒന്നിനു മുകളിൽ ഒന്നായി സൂര്യനെയും ചന്ദ്രനെയും അഗ്നിയെയും ധ്യാനിച്ചുറപ്പിക്കണം. അഗ്നിമധ്യത്തായി കൊണ്ട് ധ്യാനിച്ചുറപ്പിക്കേണ്ട എൻ്റെ മംഗളകരമായ രൂപം ഉറപ്പിക്കണം. സമവും പ്രശാന്തവും സുന്ദരവുമായ മുഖം, നീണ്ട മനോഹരങ്ങളായിരിക്കുന്ന 4 കൈകൾ, സുകുമാരം ഭാവം, സുദൃഢമായിരിക്കുന്ന കഴുത്ത്, മൃദുല കോമളമായിരിക്കുന്ന കവിൾത്തടം, ആരെയും വശീകരിക്കുന്ന പുഞ്ചരി, തുല്യ രൂപങ്ങളായിട്ട് കാണപ്പെടുന്ന കർണങ്ങളിൽ തിളങ്ങുന്ന കുണ്ടലങ്ങൾ, സ്വർണ്ണ നിറമുള്ള പട്ടുവസ്ത്രം, മേഘത്തിൻ്റെതുപോലുള്ള നീല നിറം, ശ്രീവത്സം അണിഞ്ഞതും ലക്ഷ്മിയുടെ ആവാസസ്ഥാനമായിരിക്കുന്ന മാർവിടം, ശംഖചക്ര ഗദാപത്മങ്ങളും വനമാല അണിഞ്ഞ് വിളങ്ങുന്ന രൂപം, കൗസ്തുഭ രത്നത്തിൻ്റെ പ്രഭ തട്ടി തിളങ്ങുന്ന കാൽത്തളകൾ, ജ്വലിക്കുന്ന കിരീടം, വളകൾ, തോൾവളകൾ, അരഞ്ഞാൺ എന്നിവ കണ്ട് ശോഭിക്കുന്ന മനോഹരമായ രൂപം, സർവാംഗ സുന്ദരം, പ്രസാദ സുമുഖേക്ഷണത്തോടു കൂടിയത്. ഇങ്ങനെ ധ്യാനിക്കണം. ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് മനസ്സിൽ ഒതുക്കണം. ആ മനസ്സിനെ ബുദ്ധിയാകുന്ന സാരഥിയെ കൊണ്ട് സമാകർഷിച്ച് സർവദാ എന്നിൽ ഉറപ്പിക്കണം. തുടർന്ന് ഓടി നടക്കുന്ന ചിത്തത്തെ ഒരിടത്ത് തന്നെ നിശ്ചലമാക്കി നിർത്താൻ ശ്രമിക്കണം. പുഞ്ചിരി തൂകുന്ന എൻ്റെ മുഖത്തെ മാത്രം ഭാവന കൊണ്ടും മറ്റെല്ലാ ചിന്തകളും വെടിയണം. അവിടെ ചിത്തത്തിന് ഉറപ്പ് വന്നാൽ മുഖത്തിന്റെ ഭാവനയും വെടിഞ്ഞ് ചിത്തത്തെ ബോധാകാശത്തിൽ ഉറപ്പിക്കണം. തുടർന്ന് ആ ഉറപ്പിക്കലും കൈവിട്ട് ബോധരൂപനായിരിക്കുന്ന എന്നിൽ അലിഞ്ഞു ചേർന്ന് തന്മയീഭാവം അനുഭവിച്ചറിയണം. ഇതാണ് ധ്യാനത്തിന്റെ യഥാർത്ഥ രൂപം ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്രകാരം സർവാത്മാവായിരിക്കുന്ന എന്നിൽ, അതായത് ബ്രഹ്മത്തിൽ തന്നെ അലിഞ്ഞു ചേരുന്ന സ്വന്തം ആത്മാവിൽ സർവാത്മാവായിരിക്കുന്ന എന്നെ കണ്ടെത്തുന്നു. തേജസ്സിനെ കണ്ടെത്തുന്നത് പോലെ ഇങ്ങനെ ധ്യാനത്തിലൂടെ എന്നിൽ അലിഞ്ഞു ചേർന്ന് വ്യക്തി എല്ലാം ജഡവിഷയങ്ങൾക്കും ഭ്രമങ്ങളാകുന്ന കർമ്മഭ്രമങ്ങളാകുന്ന നിർവ്വാണ സുഖം അനുഭവിക്കാൻ ഇടവരികയും ചെയ്യും. അപ്പൊ എന്തിനെയാണ് ധ്യാനിക്കേണ്ടത്, എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്, ആരെയാണ് ധ്യാനിക്കേണ്ടത് എന്നൊക്കെ ഉദ്ധവരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ശ്വാസഗതിയെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞു. അതായത്
നമ്മൾ ശരിക്കും അഷ്ടാംഗയോഗം അനുസരിക്കുന്നതാണ് ഇതിന് യഥാർത്ഥ നിത്യനൈമിത്യ കർമ്മങ്ങളിലൂടെ പല പ്രാവശ്യം ഗീതയിലും ശുദ്ധമായ ഇരിപ്പിടം തിരഞ്ഞെടുക്കണം, ആസനം സുഖാസനത്തിലിരിക്കണം, ഇതൊക്കെ തന്നെയാണ് ഭഗവാൻ ഗീതയിലും പറഞ്ഞിരിക്കണം. അപ്പൊ അഷ്ടാംഗയോഗം അനുസരിക്കാൻ വിജനമായ സുഖമായ സുന്ദരമായ ശാന്തസുന്ദരമായ മാലിന്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഇരിപ്പിടം, പകരം അധികം ഉയർച്ചയും താഴ്ചയും ഇല്ലാത്ത ഒരു സ്ഥലം തിരഞ്ഞെടുക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് ഏതാസനത്തിൽ ഇരുന്നാലാണോ സുഖം തോന്നുന്നത് അതാണ് സുഖാസനം. ആ സുഖാസനത്തിൽ ഇരുന്നു കൊണ്ട് ഇരിപ്പിടം ഉറപ്പിക്കുക ആദ്യം. അതാണ് ആദ്യം ഉറച്ചിരിക്കാൻ പഠിക്കണം, ആസനജയം. അതിന് ആസനജയം സാധിക്കണമെന്നുണ്ടെങ്കിൽ ശരീരം പെർഫെക്റ്റ് ആയിരിക്കണം, ജോയിൻസ് എല്ലാം കൃത്യം പ്രവർത്തിക്കുന്നതായിരിക്കണം, ബ്ലഡ് സർക്കുലേഷൻ എല്ലാം നോർമലായിട്ട് നടക്കുന്നുണ്ടായിരിക്കണം. അപ്പോൾ അതാണ് നിയമങ്ങൾ പാലിക്കുകയും യോഗാസനങ്ങൾ ചെയ്യുകയും വ്യായാമ മുറകൾ അനുസരിക്കുകയൊക്കെ വേണമെന്ന് പറയണേ. അപ്പം ഇല്ലെങ്കിൽ ജാമായി പോവും ജോയിൻസ് ഒക്കെ. അപ്പൊ ദിവസവും അത് പ്രവർത്തനം. ഒരു കുട്ടി തന്നെ ജനിച്ചാൽ സ്വയം കയ്യും കാലും ഇട്ടടിച്ച് കടന്നും കമന്നും നേർന്നും എഴുന്നേറ്റിരുന്നും മുട്ടുകുത്തി നടന്നും എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുന്നതൊക്കെ ഈ ജോയിൻസ് ഒക്കെ ശരിക്കും സ്വയം കൈകാലിട്ട് അടിച്ചടിച്ചടിച്ച് അത് പെർഫെക്റ്റ് ആയി വരുമ്പോൾ തന്നെ അപ്ഗ്രേഡേഷൻ കിട്ടുകയാണ്. എഴുന്നേറ്റ് ഓടി നടക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. നമ്മൾ പിന്നെ ഓടി നടക്കാൻ സ്വന്തം കാലിൽ നിൽക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ഈ വ്യായാമമൊക്കെ പോകും. കുറച്ചു കാലത്തേക്ക് രക്തത്തിളപ്പ് കൊണ്ട് കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പിന്നാലെയൊക്കെ പരക്കം പാഞ്ഞ് ഭൗതിക ശരീര ഭോഗ സുഖങ്ങൾക്ക് പിന്നാലെ നടക്കും. പിന്നെ കുറേശ്ശെയൊക്കെ ഫാറ്റ് കൂടുകയോ ശരീരത്തിന് വെയിറ്റ് കൂടുകയൊക്കെ ചെയ്യുമ്പോൾ ഡോക്ടർ പറയുമ്പോഴൊക്കെ കുറേശ്ശെ നടക്കണം, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ് കുറേശ്ശെ നടക്കുക. അതല്ല, ജനിച്ചാൽ മരണം വരെ ശരീരത്തെയാണ് ആദ്യം ഉപാസിക്കേണ്ടത്. ശരീരമാദ്യം ഖലു ധർമ്മസാധനം. അപ്പം ആ ആസനജയം സാധിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖാസനത്തിൽ ഇരിക്കാന്ന് പറഞ്ഞാൽ സുഖമായിട്ട് ഇരിക്കാൻ സാധിക്കണം ഒരു 3 മണിക്കൂറെങ്കിലും. അപ്പൊ അതിനുള്ള പ്രാക്ടീസ് ശരീരത്തെ പെർഫെക്റ്റ് ആക്കി വെക്കണം എന്നർത്ഥം. പിന്നെ ഇരിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ശ്വാസപ്രശ്വാസങ്ങളിലൂടെ ശ്വാസഗതിയിലെ ശ്വാസനാളത്തിലൊക്കെ അടിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യങ്ങളെ പുറത്താക്കുന്ന ശുദ്ധീകരണ പ്രാണായാമം ചെയ്യും. അത് കുറച്ച് തുടക്കത്തിലൊക്കെ 3 പ്രാണായാമങ്ങളുണ്ട് ശുദ്ധീകരിക്കാൻ. അതൊക്കെ യോഗ പഠിച്ചാൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ശ്വാസത്തെ, ഇതിലൊക്കെ എളുപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സാക്ഷിഭാവത്തെ നമ്മുടെ ശ്വാസഗതിയുടെ അവസ്ഥയെ വീക്ഷിച്ചുകൊണ്ടിരിക്കണം. മൂക്കിലൂടെ വന്നു പോകുന്ന ശ്വാസത്തെ മൗനമായിരുന്നു കൊണ്ട് നമ്മളൊരു സാക്ഷിഭാവത്തിൽ നമ്മുടെ ശരീരമാകുന്ന യന്ത്രത്തിൽ നടക്കുന്ന ഓട്ടോമാറ്റിക്, യാതൊരു ഫോഴ്സും ചെലുത്തേണ്ട സാധാരണഗതിയിൽ, പ്രത്യേകിച്ചും വയസ്സായവരൊന്നും ഈ അഭ്യാസമൊന്നും കാണിക്കാൻ പോകണ്ടെന്ന്. അപ്പൊ വെറുതെ ഇരിക്കുക, കണ്ണടച്ചിരിക്കുക, എന്നിട്ട് ശ്വാസം വന്നു പോകുന്ന നോർമലായിട്ട് നമുക്ക് ശ്വാസം വന്നു പോകുന്നതിനെ നമ്മൾ പുറത്തു നിന്ന് സാക്ഷിഭാവത്തിൽ വീക്ഷിക്കുന്ന പോലെ വീക്ഷിക്കുക. കുറേ ദിവസം പ്രാക്ടീസ് ചെയ്താൽ, ഭഗവാൻ ഇവിടെ പറഞ്ഞു, അത് പ്രാക്ടീസ് തന്നെ 1 മാസം വരെ ചെയ്ത് കഴിയുമ്പോഴത്തേനും ചിത്തം ഈ ശ്വാസഗതിയിൽ ഉറക്കാൻ തുടങ്ങും. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഉപാധിയോ, ഭഗവാൻ ഇപ്പൊ പറഞ്ഞു രൂപവർണ്ണനയൊക്കെ, അലങ്കാരഭൂഷിതമായിരിക്കുന്ന ആ ശരീരത്തെയൊക്കെ ഏതെങ്കിലും ഉപാധി, ചിത്രമോ അല്ലെങ്കിൽ ഒരു വിളക്കോ എന്തെങ്കിലും ഉപാധി സ്വീകരിക്കുക. അതൊരു 30 സെക്കൻഡ് കാണുക. അത്രയും സമയം കണ്ണടച്ചിരുന്ന ആ രൂപം ആജ്ഞാചക്രത്തിൽ കാണുന്നുണ്ടോ, പ്രകാശിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. 1 മാസമൊക്കെ നിങ്ങൾ ഈ പ്രാണനെ വീക്ഷിച്ചുകൊണ്ടിരുന്നാൽ തന്നെ മനസ്സ് ഏകാഗ്രമായാലേ ഇത് കാണുള്ളൂ. അത് ഏകാഗ്രമാകുന്നതനുസരിച്ച് നമുക്ക് ആ പ്രകാശ സ്വരൂപത്തെ അജ്ഞാചക്രത്തിൽ കാണാനും സാധിക്കും. ഇത് സാധിക്കുന്നതനുസരിച്ച് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചടങ്ങിയിരിക്കണം. ബാഹ്യമായിട്ട് നമ്മളിവിടെ അടങ്ങിയിരുന്നാലും വേണ്ട, മനസ്സ് ചാടിപ്പോവും. ആ പുറത്തേക്ക് വിടാതെ ശ്രദ്ധിക്കണം. പുറത്തുള്ളത് ഒന്നും എടുത്ത് അകത്തേക്ക് ഇട്ടരുത്, അകത്തുള്ളതൊക്കെ പുറത്തിടണം. അങ്ങനെ കുറേശ്ശെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി ബുദ്ധി ഉറപ്പിച്ച് ചിത്തശക്തിയെ ഉണർത്തണം. ആ ഉണർത്തുന്ന അവസ്ഥയിൽ ആദ്യ ഉപാധി സ്വീകരിക്കാം. പിന്നെ അത് കഴിഞ്ഞാൽ ശുദ്ധ സത്യബോധത്തെ മാത്രം ധ്യാനിക്കാൻ സാധിക്കും. അവിടെയാണ് ജീവൻ മുക്ത ഭാവം, നമ്മുടെ ആത്മസ്വരൂപത്തെ മാത്രം ചിന്തിക്കാൻ സാധിക്കണം. രൂപകൽപ്പനയോ അല്ലെ നാമകൽപ്പനയോ നമുക്ക് ആദ്യ ഉപാധി സ്വീകരിക്കാം. ഭഗവാൻ പറഞ്ഞു, എൻ്റെ രൂപത്തെ തന്നെ ധ്യാനിക്കൂ, അലങ്കാരഭൂഷിതമായ ശരീരത്തെ, അംഗപ്രത്യംഗങ്ങളെ ഓരോന്നെടുത്ത് ധ്യാനിക്കൂ.
അങ്ങനെ അത് കുറേ ദിവസം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രൂപമില്ലാതെ തന്നെ, ഉപാധി ഇല്ലാതെ തന്നെ നമുക്കുള്ളിൽ ഭഗവാനെ കാണാൻ സാധിക്കും. അപ്പം മനസ്സിനെ ഏകാഗ്രമായെന്ന് തീരുമാനിക്കാം. ഇങ്ങനെ 6 യോഗങ്ങളെ, 8 യോഗങ്ങളിൽ 6 ധാരണ വരെ, തെറ്റിദ്ധാരണയെല്ലാം മാറിയിട്ട് യഥാർത്ഥ ഈശ്വരനെ പറ്റി ധാരണ ശരിയായാൽ 6 പിന്നെ ധ്യാനം തന്നെ സംഭവിക്കും. ആ ധ്യാനം സംഭവിക്കുമ്പോൾ ധ്യാനമാണ് ശരിക്ക് ഗീതയിലെ 6-ാം അധ്യായവും ധ്യാന യോഗ പറയണത്. അപ്പം പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ എന്ന് പറയുന്ന പോലെ ഈ 6 പടിയിൽ 6-ാമത്തെ പടിയിലാണ് ഈ ധ്യാനയോഗം. അപ്പം മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കാതിരിക്കുന്നത് ബാഹ്യ വിഷയങ്ങളാണ്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെയാണ് കുതിരകളായിട്ട് കുതിച്ചു പായുന്ന വെളുത്ത കുതിരകളെ മനസ്സുകൊണ്ട് തന്നെ നിയന്ത്രിക്കണം. അങ്ങനെ മനസ്സുകൊണ്ട് നിയന്ത്രിച്ച് അപ്പോൾ മനസ്സ് ഏകാഗ്രമാവും. ഏകാഗ്രമായാലാണ് ചിത്തശക്തി ബുദ്ധി ഉറക്കുക. ബുദ്ധി ഉറച്ചാൽ പിന്നെ ആത്മസ്വരൂപം നമുക്ക് അതിലൂടെ കാണാൻ സാധിക്കും. അതാണ് ബോധരൂപത്തിന്റെ തെളിഞ്ഞ രൂപം കാണാൻ സാധിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ ഏകാന്ത ഭക്തിയുടെ ഗുണം. ഇത് ഒരു ദിവസം കൊണ്ട് ഒരു സുപ്രഭാതത്തിൽ കാണുന്നോ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലല്ല. പക്ഷെ അതിനൊരു രീതി, ഒരു ചിട്ട നമ്മൾ ഉണ്ടാക്കി വെക്കണം. അതിനൊരു ഔട്ട്ലൈനാണ് ഭഗവാൻ ഇട്ട് തന്നത്. പിന്നെ നമ്മൾ ചെയ്യണമല്ലോ. പ്രാക്ടിക്കൽ ചെയ്യുമ്പം തുടക്കത്തിലൊക്കെ മനസ്സ് പിടിച്ച് കിട്ടുന്നില്ല എന്നൊക്കെ തോന്നും. പക്ഷെ അതിന് ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ സഞ്ചാര സമാധി എന്ന് പറയുന്നത് 12 വർഷമാണ്. ഒരു സുപ്രഭാതം കൊണ്ടൊന്നും തീരില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ ആരുടെ സമാധി 1.5 വർഷം, അപ്പൊ 14 വർഷം വേണം. ഈ പ്രാക്ടീസ് കണ്ടിന്യൂറ്റി വെക്കുന്ന ഒരാൾക്ക് തന്നെ 14 വർഷം വേണം. അതിനുള്ള ക്ഷമയും അതിനുള്ള യോഗവും കൂടെ വേണം. അപ്രാപ്യസ്യ പ്രാപ്യതേത യോഗം. അതാണ് ഏകാന്ത ഭക്തിയെ പറ്റി ഭഗവാൻ ഈ അധ്യായത്തിൽ പറഞ്ഞത്. ഇനി 15-ാമത്തെ അധ്യായത്തിൽ സിദ്ധി വിവരണം. ഇങ്ങനെ ഭഗവാൻ പറഞ്ഞതുപോലെ അഷ്ടാംഗയോഗമൊക്കെ അനുസരിച്ച് ധ്യാനം ശീലിച്ച് പടിയാറും കടന്നാൽ പിന്നെ ചില സിദ്ധികളുടെ വിഭവം ഇങ്ങോട്ട് കിട്ടും നമുക്ക് ഇഷ്ടഭോഗങ്ങളായിട്ട്. അതാണ് ഇനി പറയുന്നത്. ഭഗവാൻ തുടർന്ന് പറഞ്ഞു, ഇപ്രകാരം ഇന്ദ്രിയ ജയം നേടി പ്രാണനെ നിയന്ത്രിച്ച് എന്നെ സമീപിക്കുന്ന യോഗ്യ ഇടയ്ക്ക് വെച്ച് സിദ്ധികൾ വന്നു ചേരും. അതാണ് എതിർച്ചാലാഭസന്തുഷ്ടം. ചിലർക്ക് ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ച് വ്യത്യസ്തമായ സിദ്ധികൾ പൂർവജന്മാർജിതമായിട്ട് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതിലേതിലാണോ വാസനാബലം കിടക്കുന്നത് അതനുസരിച്ചുള്ള സിദ്ധിയായിരിക്കും കിട്ടുക. അപ്പൊ ഉദ്ധവർ ചോദിച്ചു, എന്തെല്ലാം വിധത്തിൽ എങ്ങനെ എല്ലാമുള്ള നിഷ്ഠകൾ കൊണ്ട് എന്തെല്ലാം സിദ്ധികളാണ് വന്നു ചേരുന്നത് എന്ന് അങ്ങ് പറഞ്ഞു. യോഗിമാർക്ക് എല്ലാ സിദ്ധികളും നൽകുന്നത് അവിടുന്നാണല്ലോ. അതുകൊണ്ട് ഇക്കാര്യം വ്യക്തമായി എനിക്ക് പറഞ്ഞു തരാൻ അങ്ങയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ഉദ്ധവര്. അപ്പോൾ ഭഗവാൻ മറുപടി പറഞ്ഞു, മനസ്സിനെ ഒരിടത്ത് പിടിച്ചു നിർത്താൻ കഴിവുള്ള യോഗിമാർ സിദ്ധികൾ 18 ഉണ്ടെന്ന് പറയുന്നു. 18 സിദ്ധികൾ ഉണ്ടെന്ന് പറയുന്നു. അവയിൽ 8 ഏറ്റവും പ്രധാനം, 8 സിദ്ധികൾ. ശേഷിച്ച 10 അപ്രധാനമാണ്. അണിമ, മഹിമ, ഗരിമ, ലഘിമ, പ്രാപ്തി, പ്രാഗസ്യം, ഈശ്വരത്വം, വിശ്വത്വം എന്നിവയാണ് പ്രധാന സിദ്ധികൾ. അനുർമിമത്വം, ദൂര ശ്രവണ ദർശനം, മനോജവത്വം, കാമരൂപത്വം, പരകായ പ്രവേശനം, സ്വച്ഛന്ത മൃത്യുത്വം, ദേവക്രീഡ ദർശനം, സങ്കല്പ പ്രാപ്തി, ആജ്ഞ എന്നിങ്ങനെ 10 അപ്രധാന സിദ്ധികൾ എന്ന് പറയുന്നത്. ദൂരശ്രവണ ദർശനം 2 സിദ്ധികളായിട്ട് കണക്കാക്കേണ്ടതാണ്. ഇനിയും ചെറിയ സിദ്ധികൾ 5 വേറെയുമുണ്ട്. അവയാണ് ത്രികാല അജ്ഞാത്വം, ശീതോഷ്ണ ആദി ദ്വന്ദ്വവിജയം, പിന്നെ പരഹൃദയ ജ്ഞാനം, അഗ്നി സൂര്യ വിഷാദി സ്തംഭനം, അപരാജയം എന്നിവ സിദ്ധികളുടെ ഒരു ഏകദേശ വിവരണം മാത്രമാണിത്. 2 വിധ ധാരണ കൊണ്ട് ഇവ എങ്ങനെ സാധ്യമാകും എന്ന് പറഞ്ഞു തരാൻ കേട്ടുകൊള്ളുക. ബോധരൂപനായിരിക്കുന്ന എന്നിൽ സൂക്ഷ്മഭൂതങ്ങളായിരിക്കുന്ന തന്മാത്രകളെ സംയമം ചെയ്ത് ഉറപ്പിക്കുന്ന ആൾക്ക്
അണിമ എന്ന സിദ്ധി വന്നു ചേരുന്നു. ബോധരൂപനായിരിക്കുന്ന എന്നിൽ പ്രാണരൂപിയായിരിക്കാൻ മഹത്വത്തെ സംയമം ചെയ്തുറയ്ക്കുന്ന മഹിമ ഈ സിദ്ധി സംഭവിക്കുന്നു. അണിമ, ഗരിമ, മഹിമ. ഭൂതങ്ങളുടെ പരമാണുക്കളെ സംയമം ചെയ്താൽ ലഘിമ സംഭവിക്കും. അതായത് ചെറുതാകുന്ന നമ്മൾ ഇച്ഛിക്കുമ്പോൾ ശരീരത്തെ വലുതാക്കാനും ഇല്ലെങ്കിൽ ചെറുതാക്കാനും ഒക്കെ അതാണ് അണിമ, ഗരിമ, ലഘിമ എന്നൊക്കെ പറയുന്നത്. അതൊക്കെ സിദ്ധികളെപ്പെട്ട. അഹം തത്വത്തിൽ സംയമം ശീലിക്കുന്ന എല്ലാ ഇന്ദ്രിയങ്ങളെയും ചൊൽപ്പടിക്ക് നിർത്താൻ കഴിയുന്ന പ്രാപ്തി എന്ന സിദ്ധി സംഭവിക്കും. ഇനിയും സൂത്രാത്മാവും പ്രാണരൂപിയുമായിരിക്കുന്ന എന്നിൽ സംയമ അഭ്യാസിച്ചാൽ എന്തിനേയും പ്രകാശിപ്പിക്കാൻ കഴിയുന്ന പ്രകാശം എന്ന സിദ്ധി ഉണ്ടാകും. രൂപിയായിരിക്കുന്ന വിഷ്ണുവിൽ ധാരണ ഉറപ്പിച്ചാൽ എന്തിനേയും നിലനിർത്തുവാൻ കഴിയുന്ന സിദ്ധി ലഭിക്കുന്നതാണ്. അതും ഈശ്വര സിദ്ധിയാണ്. നാരായണനെ എന്ന അറിയപ്പെടുന്ന തുരീയ ബോധത്തിൽ മനസ്സുറപ്പിക്കുമെങ്കിൽ വശ്യത്വം വന്നു ചേരും. നിർഗുണ ബ്രഹ്മത്തിൽ ധാരണ ഉറപ്പായാൽ പരമാനന്ദം അനുഭവിച്ച് സർവകാമാപ്തി എന്ന സിദ്ധി നേടാൻ കഴിയും. സ്വതേയുള്ള ബുദ്ധിയുടെ ധാരണ കൊണ്ട് വിശപ്പ്, ദാഹം തുടങ്ങിയ ഷഡ്ഊർമികളെ ജയിക്കാൻ കഴിയും. ആകാശത്തിൽ സംയമം ശീലിച്ചാൽ അവിടെയുണ്ടാകുന്ന വിചിത്രനാദങ്ങൾ കേൾക്കാൻ കഴിയും. സൂര്യനിൽ സംയമം അഭ്യസിച്ചാൽ പ്രപഞ്ചജ്ഞാനം സാധ്യമാകും. മനസ്സ് ബോധരൂപനായിരിക്കുന്ന എന്നെ ഉറപ്പിച്ചുകൊണ്ട് ദേഹം എവിടെ എത്തണമെന്ന് ആഗ്രഹിച്ചാലും അവിടെ എത്തിച്ചേരാൻ കഴിയും. മനസ്സുകൊണ്ട് ഏത് രൂപം കൈക്കൊള്ളണമെന്ന് ആഗ്രഹിച്ചാലും ആ രൂപം വന്നു ചേരും. ദേഹം വിട്ട് പരകായത്തിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹിച്ചാൽ വായുരൂപം ധരിച്ച് പരകായത്തിലെത്താൻ കഴിയും. ഒരു വണ്ട് ഒരു പൂവ് വിട്ട് മറ്റൊരു പൂവില് എത്തുന്നത് പോലെ ആണ് സംഭവിക്കുക. മനസ്സ് ഗാഠമായിട്ട് എന്തിൽ സംയമിക്കുന്നുവോ അത് നടപ്പാക്കും എന്നതാണ് സിദ്ധി നിയമം. ഉപ്പൂറ്റി കണ്ട് മലദ്വാരം അടച്ച് പ്രാണനെ ഹൃദയത്തിലൂടെയും കഴുത്തിലൂടെയും കടത്തി ശരീരത്തിലെത്തിച്ച് ബ്രഹ്മരന്ധ്രത്തിലൂടെ ബ്രഹ്മപ്രാപ്തി നേടി ദേഹം ഉപേക്ഷിക്കാം. സ്വർഗസുഖം അനുഭവിച്ചുകൊണ്ട് ശുദ്ധമായിരിക്കുന്ന എൻ്റെ രൂപത്തിൽ മനസ്സുറച്ചാൽ വിമാനം വഴി സുരസ്ത്രീകൾ മുമ്പിൽ വന്നെത്തും. മനുഷ്യൻ ബുദ്ധി കൊണ്ട് ഗാഠമായിട്ട് എങ്ങനെ സങ്കല്പിക്കുന്നുവോ എന്ത് സങ്കല്പം എന്നോ അത് അനുഭവമായി തീരും എന്നതാണ് നിയമം. പൂർണ്ണമായിട്ടും എൻ്റെ ഭാവത്തിൽ ഉറപ്പ് വന്നാൽ ഈശ്വരത്വവും വിശ്വത്വവും സ്വാഭാവികമായിട്ട് വന്നു ചേരും. അങ്ങനെയുള്ള പുരുഷന് ഒരിടത്തും ഒരു തടസ്സവുമില്ല. അപ്രകാരമുള്ള ഭക്തന്റെ ആജ്ഞ എൻ്റെ ആജ്ഞ തന്നെയാണ്. എന്നിലുള്ള ഭക്തി കൊണ്ട് ഉള്ളിൽ സത്വഗുണം പെരുകിയാൽ ത്രികാല ജ്ഞാനവും ലഭിക്കും. ത്രികാല ജ്ഞാനം സംഭവിക്കുകയാണ്. ലഭിക്കുക എന്ന് പറഞ്ഞാൽ സ്വയമേവ അത് ലഭിക്കും. ജനനത്തെയും മരണത്തെയും കുറിച്ചൊക്കെ അറിയാൻ കഴിവുണ്ടാകുന്ന മുനിയുടെ യോഗമായ ദേഹത്തെ അഗ്നിയും മറ്റും ദഹിപ്പിക്കാൻ കഴിയില്ല. ജലജീവികളുടെ ജലം അപകടപ്പെടുത്താതിരിക്കുന്നത് പോലെ ഉത്തമ ഭക്തൻ എൻ്റെ എല്ലാ ലക്ഷണങ്ങളോടും കൂടി എൻ്റെ വിഭൂതിയായി തന്നെ ഭവിക്കുന്നു. യോഗധാരണയിലൂടെ എന്നെ സമീപിക്കുന്നവന് ഇങ്ങനെ എന്ത് സിദ്ധിയും വന്നു ചേരുന്നതാണ്. എന്നാൽ ശുദ്ധമായ ബ്രഹ്മപ്രാപ്തിക്ക് ഈ സിദ്ധികൾ തടസ്സങ്ങളാണെന്ന് അറിഞ്ഞുകൊള്ളുക. അതുകൊണ്ട് ഉത്തമമായ യോഗം അതായത് ബ്രഹ്മപ്രാപ്തി ആഗ്രഹിക്കുന്ന സത്യാന്വേഷിക്ക് ഈ സിദ്ധികൾ വിഘ്നങ്ങളാണ്. അപ്പോൾ 8 വിധ സിദ്ധികളാണ്. 18 സിദ്ധികളെ പറ്റി പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 8 സിദ്ധികളാണെന്ന് പറഞ്ഞു. പിന്നെ അൺനോണായിട്ട് കിടക്കുന്ന ചില സിദ്ധികളുണ്ട്, അതേപ്പറ്റിയൊക്കെ ഭഗവാൻ പറഞ്ഞു. വളരെ ചെറിയ തോതിലുള്ള പ്രാധാന്യമില്ലാത്ത സിദ്ധികളെ പറ്റിയും പറഞ്ഞു. അപ്പം ഈ സിദ്ധികളിൽ ഏറ്റവും വലിയ സിദ്ധി എന്താ? ബ്രഹ്മജ്ഞാനം.
ഗീതാമേ പരമാവിദ്യ ബ്രഹ്മരൂപന സംശയ എന്ന് പറഞ്ഞ ഈ ജ്ഞാനമാണ് എല്ലാവിധ സിദ്ധികളും ശ്രേഷ്ഠമായ സിദ്ധി എന്നറിഞ്ഞുകൊള്ളുക. അതുകൊണ്ട് പരമമായ ലക്ഷ്യപ്രാപ്തി ആ ബ്രഹ്മജ്ഞാനം നേടലായിരിക്കണം. അതിനുള്ള അനുഷ്ഠാനങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ ബ്രഹ്മപ്രാപ്തി സാധ്യമാണ്. അത് കൃത്യമായിട്ട് ചെയ്യാതിരുന്നാൽ ബ്രഹ്മപ്രാപ്തി സാധ്യവുമല്ല. അത് ജ്ഞാനം കൊണ്ട് മാത്രമേ നേടാൻ കഴിയൂ. നഹി ജ്ഞാനേന സദൃശം പവിത്രമഹി വിദ്യതേ തൽസ്വയം യോഗസംസിദ്ധിയും കാലേന ആത്മന വിദ്യതി എന്ന് ഭഗവാൻ 4-ാം അധ്യായത്തെ അവതാര തത്വം പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു വ്യവസ്ഥിതിയിൽ വേണം ഇതിനെയൊക്കെ നമുക്ക് സമീപിക്കേണ്ടി വരിക. അതുകൊണ്ട് ജ്ഞാനം കൊണ്ട് മാത്രമേ ഏറ്റവും വലിയ സിദ്ധി നേടാൻ തന്നെ കഴിയൂ. എല്ലാ സിദ്ധികൾക്കും യോഗത്തിനും സംഖ്യത്തിനും പ്രഭു ഭഗവാൻ തന്നെയാണെന്നും ഉറപ്പിച്ചുകൊള്ളണം. അപ്പൊ എന്ത് കിട്ടിയാലും അതിലൊന്നും അഹങ്കരിക്കാതെ പരസ്പരം ഭാവേന്തക എന്ന ഭാവനയോടുകൂടി സഹയജ്ഞ ഭാവനയോടുകൂടി വേണം ജീവിക്കാൻ എന്ന് കർമ്മയോഗത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ബോധരൂപനായിരിക്കുന്ന ഞാൻ എല്ലാ ജീവജാലങ്ങളുടെയും അകത്തും പുറത്തും മറവില്ലാതെ വർത്തിക്കുന്ന ആത്മാവാണ്. എപ്രകാരമാണോ ആകാശം മുതലായ ഭൂതങ്ങൾ ജീവജാലങ്ങളിൽ സ്വയം അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നത് അതേപോലെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം ഇവിടെ നമ്മൾ സമർപ്പിക്കുന്നത്. ഇതിന്റെ അടുത്ത ഭാഗം അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ന്യായനമാർഗേണം ഹേമഗീശാ ഗോബ്രാഹ്മണേഭ്യ സുമോത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.